ശ്രീ തൗഫീഖ് രാജൻ, KSUവിന്റെ പ്രതിഷേധം, KSU മാത്രമല്ല യൂത്ത് കോൺഗ്രസും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസും UDF-ഉം ഒക്കെ പ്രതിഷേധത്തിലാണ്. അതിര് കടക്കുകയാണോ? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനൊരു ദൃശ്യം കാണിക്കാം, അതിനുശേഷം സംസാരിക്കാം. ഇത് ഞങ്ങൾ കാണിച്ച ദൃശ്യത്തിലും ഉണ്ടായിരുന്നു. ഇത് ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. നല്ല കത്രിക വെക്കാത്ത വീഡിയോ ആണ് ന്യൂസ് 18-ലൂടെ ഞാനിപ്പോ പുറത്തുവിടുന്ന ഇല്ലെങ്കിൽ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചും അസഭ്യം പറഞ്ഞു ചാടി അടുക്കുന്നത് ആരാണ് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. സത്യത്തിൽ ഈ ആരോഗ്യ കേരളത്തെ അവതാളത്തിലാക്കിയ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് ഇന്നത്തെ അഭിനയം മികവിനാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരമോ പ്രത്യേക ജൂറി പരാമർശമോ നൽകണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ വീണ ജോർജ് പെൺകുട്ടികളുടെ മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിലെ വിദ്യാർത്ഥി വീണ കുര്യാക്കോസിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിലേക്ക് എത്തിയപ്പോഴും ആ അഭിനയ മികവിന് ഒട്ടും മോശം സംഭവിച്ചിട്ടില്ല, ആ അഭിനയ മികവിന് ഒട്ടും കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന അടിവരയിടുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാനായി സാധിച്ചത്. ഇനി ആരോഗ്യമന്ത്രിയുടെ ഈ അഭിനയ മികവിന്, ആരോഗ്യമന്ത്രി എന്ന അഭിനയ മന്ത്രിയുടെ ഈ അഭിനയ മികവിന് എവിടെയാണ് കോട്ടം സംഭവിച്ചത് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഈ ദൃശ്യങ്ങളടക്കം മഞ്ജുഷ കണ്ടതാണല്ലോ, ബഹുമാനപ്പെട്ട മറ്റ് അതിഥികളും കണ്ടതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്നതായി ഈ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് പക്ഷേ അവര് ട്രെയിനിൽ കയറാൻ വന്നതാണ്. ആ സമയത്ത് അവരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ അനുവദിക്കാത്ത രീതിയിലാണ് KSU-കാരുടെ പ്രതിഷേധം വന്നത്. അത് കാണാം ദൃശ്യത്തിൽ. ശരി മഞ്ജുഷേ, പ്രതിഷേധങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളിലേക്ക് ഞാൻ രണ്ടാമത്തെ ഭാഗം വരാം. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്താ, ആദ്യത്തെ അധ്യായം എന്താ, ഇവിടെ വീണ ജോർജിനെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രസക്തമായ വിഷയം. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി കേരളത്തിലുടനീളം ആരോഗ്യ മേഖലയെ അവതാരത്തിലാക്കിയ, ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയ, ആരോഗ്യ മേഖല കേരളം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധം അലയടിക്കുകയാണ്. അതിൽ നിന്ന് സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള ആസൂത്രിത ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ പ്രശ്നം എന്താ, ഇവിടെ വീണ ജോർജിന് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് KSU പ്രവർത്തകരിൽ നിന്നാണോ? ഇതല്ല ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിന് ഞാൻ ഉത്തരം പറയാം. ഇവിടെ മഞ്ജുഷ അടക്കം ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. ഇവിടെ ഏകദേശം 4 KSU പ്രവർത്തകരും ഏകദേശം 40ഓളം പോലീസുകാരുമാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ വീണ ജോർജിനെ എന്തായാലും ഈ 40 പോലീസുകാരെ കവർ ചെയ്തുകൊണ്ട് 40 പോലീസുകാരെ തള്ളി മാറ്റി ഈ 4 KSU പ്രവർത്തകർ വീണ ജോർജിനെ പരിക്കേൽപ്പിക്കാൻ ഏതാണ്ട് അമാനുഷികരൊന്നുമല്ല ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതിലും ഒപ്പം ഉണ്ടായിരുന്ന 3ഓളം സഹപ്രവർത്തകരുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇവരുടെ വാദം പൊളിയുകയാണ്. മഞ്ജുഷ വളരെ കൃത്യമാണ്. ഇത് എവിടെ വെച്ചാണ് സംഭവം ഉണ്ടായത്? കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ മറ്റ് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് വ്യക്തികളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആരും ഇത്തരത്തിലുള്ള ദൃശ്യം കണ്ടില്ല. പക്ഷെ അവർക്ക് അല്ലല്ല, പെടലിക്ക് പരിക്കേറ്റു എന്നാണല്ലോ, പെടലിക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ ഇരുന്നത്. അവർക്ക് അല്ല അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നാണ് തൗഫീഖെ, എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ അതിലേക്ക് വരാം, മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് വരാം. വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അതായത് ഞാൻ വളരെ സിമ്പിൾ ആയി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മഞ്ജുഷയെ, ഇവിടെ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, അവരെ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 24 മണിക്കൂറും CCTVയുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെയെങ്കിൽ വീണ ജോർജിന് ഇത്തരത്തിൽ പരിക്കേൽപ്പിക്കുന്ന KSU പ്രവർത്തകർ, ഞാൻ മഞ്ജുഷനോട് വീണ്ടും അടിവരയിട്ട് പറയുന്നു, 4 KSU പ്രവർത്തകർ എങ്ങനെയാണ് 40ഓളം പോലീസുകാരെ മറികടന്ന് പരിക്കേൽപ്പിക്കുന്ന? ഒന്നാമത്തെ ചോദ്യം. 2, ഈ വീണ ജോർജ് എന്ന് പറയുന്ന മഹതി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, അവർ KSU പ്രവർത്തകർക്ക് നേരെ അസഭ്യം പറഞ്ഞും ആക്രോശിച്ചും രംഗത്ത് വരുന്ന ദൃശ്യം ഞാൻ മഞ്ജുഷിനെ കാണിച്ചതാണ്. ഇനി മറ്റൊരു ചിത്രം കൂടി മഞ്ജുഷിനെ കാണിക്കാം. ഇതിൽ ഞാനൊരു ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ട്, മഞ്ജുഷ കണ്ടിട്ടുണ്ടാകും. മഞ്ജുഷ, ഈ ദൃശ്യങ്ങൾ എന്താ പറയുന്നത്? ഇത് ആരോഗ്യമന്ത്രി ഇന്ന് മട്ടന്നൂരിൽ പങ്കെടുത്ത
ചടങ്ങുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിൽ ഏകദേശം പ്രതിഷേധം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് കൈക്ക് 3 മണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ ദൃശ്യങ്ങൾ, ഫോട്ടോസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. ആരോഗ്യമന്ത്രിയുടെ കൈക്ക് 3 മണിക്കൂർ മുമ്പും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തന്റെ കൈക്കും പെടലിക്കും ഒക്കെ പരിക്കേറ്റു എന്ന് പറയുമ്പോൾ വീണ ജോർജ് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വീണ ജോർജിന്റെ പഴയ സഹപ്രവർത്തകൻ നികേഷ് കുമാർ AKG സെന്ററിൽ ഇന്ന് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച നാടകം പാളിയിരിക്കുന്നു, പൊളിഞ്ഞിരിക്കുന്നു എന്ന ഈ ഘട്ടത്തിൽ സ്നേഹപൂർവ്വം ശ്രീ മുഹമ്മദ് അഫ്സലിലേക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.